പലസ്തീൻ യുവാവിനെ മനുഷ്യ കവചമായി ഉപയോഗിച്ച വാർത്തയും ദൃശ്യവും ലോകശ്രദ്ധ നേടിയിരുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ ക്രൂരതയുടെ ഉദാഹരണമായിട്ടാണ് ഈ സംഭവം പ്രചരിച്ചത്. ഇസ്രായേൽ സൈന്യം വെടിവെക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ശേഷമാണ് സൈനിക വാഹനത്തിൽ മനുഷ്യ കവചമായി ഇയാളെ ഉപയോഗിച്ചത്. തനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ലെന്നാണ് മുജാഹിദ് അബാനി എന്ന ഹതഭാഗ്യനായ ചെറുപ്പക്കാരൻ അൽ ജസീറയോട് പറഞ്ഞത്. വെസ്റ്റ് ബാങ്കിലെ ഇബിൻ സിന ആശുപത്രിയിൽ ചികിത്സയിലാണ് അബാദി ഇപ്പോൾ. തന്നെ ക്രൂരമായി മർദ്ദിച്ച് മനുഷ്യകവചമായി ഉപയോഗിച്ചത് എന്തിനാണെന്ന് അറിയില്ലെന്നാണ് അബാദി കണ്ണീരോടെ പറഞ്ഞത്. 24-കാരനായ അബാദിൻ്റെ ദൃശ്യം അന്തർദേശീയ തലത്തിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. മാത്രമല്ല, സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തുന്നതിനിടെയാണ് ജനനിയിലെ ബന്ധുവിൻ്റെ വീട്ടിൽ സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്ന അബാദിയെ സൈന്യം പിടികൂടിയത്. കൈകാലുകളിൽ വെടിവെച്ച ശേഷം അബാദിനെ ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് സൈനിക വാഹനത്തിന് മുന്നിൽ മനുഷ്യകവചമായി കെട്ടിവെക്കുകയായിരുന്നു. സംഭവം വലിയ ഞെട്ടലുണ്ടാക്കി. ജീവൻ നഷ്ടപ്പെട്ടെന്ന് കരുതി അബാദി അൽ ജസീറയോട് പറഞ്ഞു. സൈന്യം വൈദ്യസഹായം നൽകാൻ തയ്യാറായില്ലെന്നും അബാദി ആരോപിച്ചു. പകരം മുറിവേറ്റ ശരീരത്തിൽ കൂടുതൽ മർദ്ദനം ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്നും അബാദി പറഞ്ഞു. കുറേ ദൂരം വാഹനത്തിൽ കെട്ടിവെച്ച് കൊണ്ടുപോയ ശേഷമാണ് അബാദിനെ സൈന്യം ഉപേക്ഷിച്ചത്. എന്നോട് സൈന്യം ഒന്നും ചോദിച്ചതേയില്ല, പകരം മർദ്ദിക്കുക മാത്രമാണ് ചെയ്തത്. മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് എൻ്റെ പേര് പോലും ചോദിച്ചത്, അബാദി പറഞ്ഞു. എന്നെ മർദ്ദിക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു, അബാദി വേദനയോടെ പറഞ്ഞു. സംഭവം നടന്നതായി ഇസ്രായേൽ സേന സമ്മതിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കിടെ സംശയം തോന്നിയാണ് അബാദിനെ പിടികൂടിയത് എന്നാണ് ഇസ്രായേൽ സേനയുടെ വിശദീകരണം. ഇസ്രായേൽ സൈന്യത്തിൻ്റെ മനുഷ്യത്വഹീനമായ പ്രവൃത്തിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ UN-ഉം അപലപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട്. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം 137 കുട്ടികൾ ഉൾപ്പെടെ 551 ജീവനുകളാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം പൊലിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ ഇസ്രായേൽ സൈന്യം പിടിച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട്.